ബാക്ക് ടു ദ ഡാൽ. അച്ചാറ് റൊട്ടി കാര്യങ്ങളെല്ലാം ബൈക്ക് ചെയ്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കാര്യങ്ങളെല്ലാം കവർ ചെയ്തൊന്നും ഒരു പിടുത്തില്ല. ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. You don't have the right to take my helmet. You don't have the right. You don't have the right to take. Akpur and going for an overnight stretch, and the engine oil is totally low. So I had to fill the oil from the petrol bunk, like a 1 liter of oil. So right now I'm filling on the oil onto the engine. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് എവിടെയോ ആണ്, സംഭവം ഇൻ ദ മിഡ് നൈറ്റ്. ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പവർ നാപ്പ് എടുക്കാൻ വേണ്ടി കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരൻ കത്തിയായിട്ട് ഇങ്ങനെ മുഖമൊക്കെ മറച്ച് കവർ ചെയ്തിട്ട് വന്നതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ടെറർ സീനാറ്. കാലത്ത് 5 മണിയായി. ഈ സമയത്താണ് റോഡിൽ വണ്ടികളില്ലായിരുന്നെങ്കിൽ സീൻ. അതായത് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു പന്തികേടുണ്ടെങ്കിൽ നേരെ കയറി പൂശും, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയിൽ ഒരു പുതിയൊരു സാധനം 1.5 മെഷീൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു മെഷീൻ കാര്യങ്ങളെല്ലാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് ഡയറക്റ്റ് ത്രൂ ദ ഐസ്. അപ്പോൾ ആ ഒരു മെഷീൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഹൈദരാബാദ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. The DIY. Do it again. ഫൈനലി ഇവിടെ സിലിഗുരിയിൽ നിന്ന് മാറിയ ടയറാണ്. പുതിയ ടയർ മേടിച്ചു. അങ്ങനെ ഫസ്റ്റ് പഞ്ചർ കിട്ടിയേക്കാണ് നമ്മുടെ ടയർ. ഞാൻ റോയൽ എൻഫീൽഡ് സർവീസ് സെൻ്ററിൽ പോയി അവിടുത്തെ ഒരു ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പഞ്ചറിൻ്റെ സീന് കാര്യങ്ങളെല്ലാം കിട്ടി. അതിനിടയ്ക്ക് എൻ്റെ ബാഗിൽ ഒരു വാട്ടർ ബോട്ടിൽ റോയൽ എൻഫീൽഡിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു സിലിഗുരി. അവിടുത്തെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളെല്ലാം മിസ്സായി സംഭവം. ഇനിയിപ്പോൾ പഞ്ചർ ഫിക്സ് ചെയ്താലാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത്.
ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഉത്തർപ്രദേശിൽ പെട്രോളിന് ഏകദേശം 96 രൂപയുടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മധ്യപ്രദേശ് വന്നു കഴിഞ്ഞപ്പോൾ 7, 8, 9 ആയിരുന്നു. അത് കഴിഞ്ഞ് ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും 106, 107 ആയി. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് ആന്ധ്രയിലാണുള്ളത്. ആന്ധ്രയിലെ പെട്രോളിൻ്റെ റേറ്റ് 110 രൂപ. മൊത്തത്തിൽ മാറി. ഇത്തിരി അങ്ങോട്ട് എന്നല്ല, ഒത്തിരി. ഈ കാണുന്നതാണ് ആന്ധ്രാപ്രദേശിലെ പെർ ലിറ്ററിൻ്റെ 110 രൂപ പെട്രോളിന്. അപ്പോൾ ഞാൻ ഓൾറെഡി 109 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് സീനൊന്നുമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എഞ്ചിൻ ഓയിൽ കുറച്ച് ഒഴിക്കണം. ഓയിൽ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ നെറ്റ്വർക്കില്ല, ടവറില്ല, ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പോകണം. ബൈക്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 ലിറ്റർ ഉണ്ടാവും. ഒരു 10-30 കിലോമീറ്റർ ആന്ധ്ര കവർ ചെയ്ത് തമിഴ്നാട് കയറാനുള്ള ഫ്യൂൽ ഉണ്ടാവും. സോ ഈ ഓയിലാണ് നമ്മൾ പോയിക്കാൻ പോകണം. വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഹൈവേയിൽ ഇവിടെ ഷോപ്സ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഫോറസ്റ്റ് ആണ്, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സീനാണ്. വാരണാസിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നാഗ്പൂർ വന്നു. അവിടെ നിന്ന് ഓൺ ദ വേ ദാബയിലും കാര്യങ്ങളിലൊക്കെയാണ് പവർ നാപ്പ് കാര്യങ്ങളെല്ലാം എടുത്തത്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് നമ്മൾ നേരെ പോയത് ഹൈദരാബാദാണ്. ഹൈദരാബാദിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തു. 2 റൂട്ടുണ്ട് നമുക്ക് നേരെ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആവാനായിട്ട്. അതിൽ വരുന്ന ഒരു റൂട്ടാണ് തിരുപ്പതി റൂട്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ തിരുപ്പതി റൂട്ട് കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് തിരുപ്പതി ഒരു ഡീവിയേഷൻ എടുത്ത് പോകാം, ആ റൂട്ട് തന്നെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ആ റൂട്ട് എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അടിപൊളി സീനിക് വ്യൂ കാര്യങ്ങളാണ് നമ്മൾ പോകുന്ന റോഡ്. Here on the road, and this is a quick video of the luggage setup in my bike which I have done. Of my bike setup which I have done in my motorbike of Classic 350 which I rode to from south to till Sikkim China border, 54 kilometers around China border. The bag which carry all the toiletry, all the electronic devices like laptop, camera, all the cables, blah blah, all the things will be going on this bag like a quick thing. Like if I need something quickly, so everything will be loaded on this particular bag. And this is a Decathlon bag which I converted into a tank bag for the trip. And coming to the back side, so this is the dry bag, 30 liters of dry bag which I bought it from Nepal. And this bag will be carrying all the clothes. The 30 liter will be carrying all the clothes for my trip from -2 till the clothes maybe like 45-50 degree temperature. I can use this from this the clothes will be on this bag, particular bag. And this is a pair of shoes. If I'm roaming on the city or somewhere, I can use this one pair of shoes. And this is the tent which I'm using for camping. This is a tent from Decathlon. And this is the another 30 liter which carry all the camping things and unnecessary blah blah things. And so this is the current setup of luggage and a beautiful sunset view from the road. Yep. How's the sunset, guys?